നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചില സിനിമകൾ അങ്ങനെയാണ്, റിലീസ് ചെയ്ത് വർഷങ്ങൾ കഴിഞ്ഞാലും അതിന്റെ അലയൊലികൾ അങ്ങനെ നിൽക്കും. പ്രത്യേകിച്ച് രണ്ടാം ഭാഗം വരുന്നുവെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം ഇമ്പാക്റ്റ് ആകും ആദ്യ ഭാഗം പ്രേക്ഷകരിൽ ഉണ്ടാക്കിയത്. അത്തരത്തിലൊരു സിനിമയാണ് കാന്താര. അത് കണ്ടിട്ടില്ലാത്തവർ വളരെ ചുരുക്കമായിരിക്കും. പ്രത്യേകിച്ച് അതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണെങ്കിൽ അതിന്റെ അനുഭവം വളരെ വലുത് തന്നെയാണ്. ഋഷഭ് ഷെട്ടി നായകനായും സംവിധായകനായും നിറഞ്ഞാടിയ ചിത്രം കേരളത്തിൽ ഉൾപ്പെടെ വൻ സ്വീകാര്യത ആയിരുന്നു അതിനെ നേടിയെടുത്തത്. സിനിമയുടെ ഷൂട്ടിംഗ് പുരോഗമിക്കുന്നതിനിടെ പലതരത്തിലുള്ള അപ്ഡേറ്റുകളും പുറത്തു വരുന്നുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. ആരാധകർ ഏറെ പ്രതീക്ഷയിൽ കാത്തിരിക്കുന്ന ചിത്രമാണ് കാന്താര 2. ഋഷഭ് ഷെട്ടി നായകനാകുന്ന ചിത്രത്തിന്റെ നിർമ്മാണം ആരംഭിച്ചതു മുതൽ പക്ഷേ കഷ്ടകാലമാണെന്നാണ് സിനിമാ ലോകത്തെ സംസാര വിഷയം. കാരണം അത് പറയാൻ പല രീതിയിലുള്ള സംഭവങ്ങളാണ് ഷൂട്ടിംഗ് സെറ്റിൽ അല്ലെങ്കിൽ സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മേഖലകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാന്താര ചാപ്റ്റർ 1 അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന 2 ചിത്രീകരണത്തിനിടെയുള്ള മരണങ്ങളിലും അപകടങ്ങളിലും ദുരൂഹത ഏറുകയാണ്. ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്ന കന്നഡ താരം രാകേഷ് പൂജാരി കഴിഞ്ഞ ദിവസം കുഴഞ്ഞു വീണ് മരണപ്പെട്ടിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. ഒരു വിവാഹാഘോഷത്തിൽ പങ്കെടുക്കുന്നതിനിടെയാണ് 33-കാരനായ രാകേഷിന് ഹൃദയാഘാതം വന്നത്. അസ്വാഭാവിക മരണത്തിന് കർഖാല ടൗൺ പോലീസ് കേസെടുത്തു. ഞായറാഴ്ച കാന്താരയുടെ ചിത്രീകരണത്തിന് ശേഷമാണ് താരം ഒരു സുഹൃത്തിന്റെ മെഹന്തി ചടങ്ങിനായി ഉടുപ്പിയിലേക്ക് പോയത്. ചിത്രത്തിലെ രാകേഷിന്റെ ഭാഗം പൂർണ്ണമായും ചിത്രീകരിച്ച് കഴിഞ്ഞിരുന്നതായാണ് റിപ്പോർട്ട്. ചിത്രത്തിൽ രാകേഷ് പ്രധാന കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത് എന്നതാണ് വിവരം. കോമഡി കില്ലാടികളും 3 റിയാലിറ്റി ഷോ ജേതാവാണ് രാകേഷ്. ഇതോടെ ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരമായി രാകേഷ് മാറിയിട്ടുണ്ടായിരുന്നു. ഏതാനും തുളു കന്നഡ ചിത്രങ്ങളിൽ വേഷമിട്ടിട്ടുണ്ട്. 2 ആഴ്ച മുമ്പ് ഇതേ സിനിമയിൽ അഭിനയിക്കാനെത്തിയ വൈക്കം സ്വദേശിയായ MF കപിൽ സൗപർണിക നദിയിൽ മുങ്ങി മരിച്ചിരുന്നു. മെയ് 6 വൈകിട്ട് 4 മണിയോടായിരുന്നു സംഭവം. സഹപ്രവർത്തകരുമായി സൗപർണിക നദിയിൽ കുളിക്കാനിറങ്ങിയ യുവാവ് ഒഴുക്കിൽപ്പെടുകയായിരുന്നു. മെയ് 6-നാണ് വൈക്കം സ്വദേശിയായ MF കപിൽ സൗപർണിക നദിയിൽ വീണ് മരിക്കുന്നത്. ഉടുപ്പി ജില്ലയിലെ കൊല്ലൂരിൽ ചൊവ്വാഴ്ച വൈകിട്ട് 4 മണിയോടെയാണ് സംഭവം. സഹപ്രവർത്തകരുമായി ഇറങ്ങിയപ്പോഴാണ് ഇത്തരത്തിൽ ഒഴുക്കിൽപ്പെട്ടത്. കൂടെ ഉണ്ടായിരുന്നവർ ചേർന്ന് യുവാവിനെ ഉടൻ തന്നെ മുങ്ങിയെടുത്ത് അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. തെയ്യം കലാകാരനായ കപിൽ ഒട്ടേറെ ടെലിഫിലിമുകളിൽ അഭിനയിച്ചിട്ടുണ്ട്. കപിലിന്റെ മരണത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിനോടുള്ള ആദര സൂചകമായി സിനിമയുടെ ചിത്രീകരണം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ മറ്റൊരു മരണവും കേൾക്കുന്നത്. ഏതായാലും നമ്മൾ ഇത്തരത്തിലുള്ള പല കഥകളും കേട്ടിട്ടുണ്ട്. പണ്ട് ചില ഹൊറർ സിനിമകളൊക്കെ തന്നെ ഷൂട്ട് ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഇത്തരത്തിലുള്ള പല ഹോണ്ടിങ് അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതായി പലരും വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ വിശ്വസിക്കാതിരിക്കുന്നവരുമുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ ഒരു സിനിമ ലൊക്കേഷനിൽ അടുത്തിടെ 2 മരണങ്ങൾ സംഭവിച്ചതും ദുരൂഹതയേറുകയാണ്. ഋഷഭ് ഷെട്ടി നായകനായെത്തിയ കാന്താര എന്ന സൂപ്പർ ഹിറ്റ് സിനിമയുടെ 2ാം ഭാഗമായ കാന്താര ചാപ്റ്റർ 1-നായി ആരാധകർ ഏറെ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. ചിത്രത്തിന്റെ നിർമ്മാണം ആരംഭിച്ചതു മുതൽ കഷ്ടകാലമാണെന്നാണ് സിനിമാ ലോകത്തെ ഒരു സംസാരം. ഇതിനു മുൻപും സിനിമയ്ക്ക് നിരവധി തിരിച്ചടികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. കഴിഞ്ഞ നവംബറിൽ കാന്താര 2-ന്റെ മുതൂരിലെ ഷൂട്ടിംഗ് കഴിഞ്ഞ് മടങ്ങുമ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റുകൾ സഞ്ചരിച്ച മിനി ബസ് അപകടത്തിൽപ്പെട്ടിരുന്നു. 20 പേരാണ് അന്ന് ബസ്സിലുണ്ടായിരുന്നത്. നിരവധി പേർക്ക് പരിക്കേറ്റെങ്കിലും ആളപായമുണ്ടായില്ല. അപകടത്തെ തുടർന്ന് ചിത്രീകരണം കുറച്ചു ദിവസത്തേക്ക് നിർത്തിവെച്ചിരുന്നു. അപകടത്തിന് ദിവസങ്ങൾക്ക് ശേഷം സിനിമയ്ക്കായി നിർമ്മിച്ച വലിയൊരു സെറ്റ് മോശം കാലാവസ്ഥയെ തുടർന്ന് തകരുകയും ചെയ്തിരുന്നു. ഇത് ചിത്രീകരണത്തിന് കൂടുതൽ കാലതാമസത്തിനിടയാക്കുകയും ചെയ്തു. കഴിഞ്ഞ ജനുവരിയിൽ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരും പ്രാദേശിക ഗ്രാമവാസികളും തമ്മിൽ ഏറ്റുമുട്ടിയതും വലിയ സംഘർഷത്തിന് കാരണമായി. കാട്ടിൽ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചതിന്റെ പേരിലായിരുന്നു സംഘർഷം. സംഭവത്തിൽ വനംവകുപ്പ് കേസെടുത്തിരുന്നു. മിത്തും മണ്ണും മനുഷ്യനും കൂടിച്ചേർന്ന ഒരു മാന്ത്രികത, അതാണ് കാന്താര സിനിമ. ഫാന്റസിയിൽ ഒരു നാടോടി കഥയിൽ തുടങ്ങിയ കൃത്യവും വ്യക്തവുമായ അടിസ്ഥാന വർഗ രാഷ്ട്രീയമാണ് ഋഷഭ് ഷെട്ടിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ കാന്താര മുന്നോട്ട് വയ്ക്കുന്നത്. 3 കാലഘട്ടങ്ങളിലായി നീണ്ടുകിടക്കുന്ന കാന്താരയുടെ യാത്ര തുടങ്ങുന്നത് ഒരു മുത്തശ്ശി കഥയിലൂടെയാണ്. കാന്താര എന്ന സിനിമ ഈ അനുഷ്ഠാന കലയുടെ ആത്മാവറിഞ്ഞ ഒരു കലാവിഷ്കാരമാണെന്ന് നിസ്സംശയം തന്നെ നമുക്ക് പറയാം. അതിനുള്ള അനേകം തെളിവുകൾ ആ സിനിമ കൃത്യവും ശക്തവുമായി നൽകുന്നു എന്നതാണ് അതിന്റെ വിജയം. തെയ്യം പോലെയുള്ള ഒരു അനുഷ്ഠാന കലയെ സിനിമയുടെ ഭാഷയിലേക്ക്, അതും തികച്ചും ജനകീയവും സരളവുമായ പരിസരത്തിലേക്ക് ബന്ധിപ്പിക്കുക എന്നത് ഒരു ചെറിയ വെല്ലുവിളിയല്ല. മുഖ്യധാര സിനിമയുടെ കച്ചവട ഫോർമുലകൾ പ്രകടമായി ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ആ ഫോർമുലകളിലേക്ക് ഭൂതകോലവും പഞ്ചുരുളിയും ദൈവിക സങ്കല്പങ്ങളും വിദഗ്ധമായി സംശ്ലേഷണം ചെയ്യാൻ കഴിയുന്ന എന്നതാണ് ഈ സിനിമയ്ക്ക് ഇത്രയും ജനപ്രീതി നൽകുന്നത്. കാന്താര ഓരോ മനുഷ്യന്റെയും അടിസ്ഥാനപരവും അനിവാര്യവുമായ സ്രോത യാത്രയുടെ ഓർമ്മപ്പെടുത്തലാണ്. അത് പ്രകൃതിയിലേക്കും പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളിലെ ചൈതന്യത്തെ തിരിച്ചറിയുന്നതിലേക്കും മനുഷ്യൻ ഈ പരിസ്ഥിതിയുടെയും ആവാസ വ്യവസ്ഥയുടെയും സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിലെ ഒരു കണ്ണി മാത്രമാണെന്നുള്ള ബോധത്തിലേക്കും സഹവർത്തിത്വത്തിലേക്കും നടത്തേണ്ട ജ്ഞാനത്തിന്റെ കരുണയുടെ ഒരു തീർത്ഥയാത്രയാണ്.
ഉത്തര കേരളത്തിന്റെ തെയ്യവും കർണാടകയുടെ ദൈവക്കോലവും ഇഴചേർന്ന തുളുനാടൻ സംസ്കാര മുദ്രയാണ് കാന്താരയുടെ കാതൽ. തീരദേശ കർണാടകയുടെ സാംസ്കാരിക വൈവിധ്യങ്ങൾ മിത്തിന്റെ ചായം പൂശി കാന്താര അവതരിപ്പിക്കുന്നു. കേരളത്തിന്റെ തനത് രൂപമായ തെയ്യത്തിന്റെ മനോഹാരിത കാന്താര പകർത്തിയതുപോലെ മലയാള സിനിമ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെന്ന് പറയേണ്ടി വരും. നിഗൂഢമായ വനമെന്നാണ് കാന്താര എന്ന വാക്കിന്റെ അർത്ഥം. കാട്, ജീവവായു, ഒരു ജനതയുടെ കാടുമായി ചേർന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ദൈവിക സങ്കല്പങ്ങളും ചേർത്തു നിർത്തുന്ന ഒരു കാലഘട്ടത്തിന്റെ കഥയാണ് കാന്താര. കഥയിൽ പുതുമയേറെ അവകാശപ്പെടാനില്ലെങ്കിലും കഥ പറഞ്ഞ രീതിയും മേക്കിങ്ങുമാണ് കാന്താരയെ വേറിട്ട് നിർത്തുന്നത്. ഋഷഭ് ഷെട്ടിയിലെ ഫിലിം മേക്കറുടെ ദൃശ്യകാന്തി കാന്താരയിലൂടെ ഉയരങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അതിമനോഹരമായ കാന്താരയിലെ ഓരോ ഫ്രെയിമും ക്ലൈമാക്സ് അടുക്കുന്നതോടെ പ്രേക്ഷകർ കാഴ്ചയിലേക്ക് വിസ്മയ ലോകത്തേക്ക് എറിയപ്പെടുന്നു. അരവിന്ദ് എസ് കശ്യപിന്റെ സിനിമാറ്റോഗ്രാഫി പ്രത്യേക കയ്യടിയും അർഹിക്കുന്നുണ്ട്. ആ മാന്ത്രികതയുടെ പരമോന്നതിയിലേക്ക് എത്തിക്കുന്നതിൽ അജനീഷ് ലോക്നാഥിന്റെ പശ്ചാത്തല സംഗീതത്തിനും വലിയ പങ്കുണ്ട്. ഇവയെല്ലാം ചേർന്ന മികച്ച ദൃശ്യാനുഭവം ഒരുക്കുന്ന കാന്താര തിയേറ്ററിൽ തന്നെ ആസ്വദിക്കേണ്ട ഒരു സിനിമ തന്നെയായിരുന്നു. മാസ് മസാലയുമായി മാത്രം ഒതുങ്ങേണ്ടിയിരുന്ന കന്നഡ സിനിമയുടെ ഗതി മാറ്റിയതിൽ പ്രധാന പങ്ക് വഹിച്ചവരാണ് ഷെട്ടി ഇത്രയും. സാൻഡൽവുഡിലെ പൊളിച്ചെഴുത്തിന്റെ മുൻനിരയിൽ തന്നെ തന്റെ പേര് രേഖപ്പെടുത്താൻ ഋഷഭ് ഷെട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട്. കാന്താരയുടെ മായക വലയത്തിലേക്ക് പ്രേക്ഷകനെ വലിച്ചിട്ടത് ഋഷഭ് ഷെട്ടി എന്ന കഥാപാത്രത്തിന്റെ സംവിധായകന്റെ അഭിനേതാവിന്റെ വിജയമാണ്. ശിവ എന്ന ധിക്കാരിയായ ഉത്തരവാദിത്തമില്ലാത്ത യുവാവിൽ നിന്ന് ദൈവക്കോലമായുള്ള ആ പകർന്നാട്ടം ഒറ്റവാക്കിൽ പറഞ്ഞൊതുക്കാനാവില്ല. ഇന്ത്യൻ സിനിമാ ലോകം ഇതുവരെ കാണാത്ത തരത്തിലുള്ള യുദ്ധ രംഗമായിരിക്കും ഇനി വരാൻ പോകുന്ന അടുത്ത ചാപ്റ്ററിൽ എന്നാണ് പറയപ്പെടുന്നത്. പ്രമുഖരായ പല സ്റ്റണ്ട് മാസ്റ്റർമാരാകും ഈ സംഘടന രംഗത്തിനായി എത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഏതായാലും ആദ്യ ഭാഗത്തേക്കാൾ ചെറുതല്ലാത്ത ദൃശ്യവിസ്മയം പ്രീക്വലിൽ ഋഷഭ് ഷെട്ടി സമ്മാനിക്കുമെന്ന് ഉറപ്പാണ്. 2022 സെപ്റ്റംബർ 30 കാന്താര റിലീസ് ചെയ്തത്. ഈ കഥയുടെ ആദ്യ ഭാഗമാണ് പ്രീക്വലിൽ പറയുക. 16 കോടിയായിരുന്നു ബജറ്റിലാണ് കാന്താര റിലീസ് ചെയ്തതെങ്കിൽ 125 കോടിയാണ് പ്രീക്വലിന്റെ നിർമ്മാണ ചെലവെന്നാണ് റിപ്പോർട്ടുകൾ. ഹൊംബാല ഫിലിംസ് ആണ് ചിത്രം നിർമ്മിക്കുന്നത്. പതിവ് കന്നഡ സിനിമകളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും ബോഡി ഷേമിങ്ങും തമാശകളും ചില പ്രണയരംഗങ്ങളും കല്ലുകടിയാണ്. വേറിട്ട രാഷ്ട്രീയം സംസാരിക്കുന്ന കലാമൂല്യമുള്ള സിനിമകൾ ഇനിയും വരേണ്ട കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഇതിൽ കന്നഡ സിനിമയും കടന്നു വരുന്നു എന്നത് ഏറെ പ്രതീക്ഷ പകരുന്നതാണ്.